ജാസ്മിനും ഗബ്രിയും എന്നീ പേരുകളിലൂടെയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം ശ്രദ്ധേയമായത്. വീട്ടിലെത്തി ആദ്യ ദിവസം തന്നെ കോംബോ ഉണ്ടാക്കിയവരാണ് ഇരുവരും. തുടക്കത്തിൽ തന്നെ ലവ് ട്രാക്കിലേക്ക് പോയ താരങ്ങൾക്ക് വീടിനകത്തും പുറത്തുമൊക്കെ വൻ വിമർശനമാണ് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ മത്സരത്തിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുകയാണ്. ഇതിന് കാരണം ജാസ്മിൻ ആണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മുന്നോട്ട് പോവാമായിരുന്നു. രണ്ടാളും ശക്തരായതുകൊണ്ട് ഫൈനൽ 5ലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ കോംബോ പിടിച്ചത് വലിയ അബദ്ധമായി മാറിയിരിക്കുകയാണ്. അതേസമയം പുറത്ത് ഇത്തരം സംസാരങ്ങളാണെങ്കിലും അകത്തും ഇതേ വർത്തമാനം വന്നിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഗബ്രിയുടെ കാര്യം എടുത്തു പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ ചൊടിപ്പിച്ചു. ജാസ്മിനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്കെത്തി. ഇതിനിടയിലാണ് ഗബ്രി പുറത്താവാൻ കാരണം നീയാണെന്നടക്കം ജിൻഡോ പറയുന്നത്. ശരിക്കും പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജിൻഡോ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്നാണ് ആരാധകരും പറയുന്നത്. ബിഗ് ബോസ് ആരാധകരുടെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതിനെപ്പറ്റിയുള്ള കുറിപ്പ് വൈറലാവുകയാണ്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ആ ഗബ്രി പോയത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നേൽ അവൻ ഇവിടെ നിന്നേനെ. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതുമായ കാര്യം ജിൻഡപ്പൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരെണ്ണം കവാലക്കുറ്റിക്ക് കിട്ടിയതുപോലെ ആയില്ലേ ജാസ്മിനെ? നീ നിന്റെ ഇരട്ടത്താപ്പ് വേലയും നാടകവും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ജിൻഡോയോട് എടുക്കേണ്ട, അത് ജനൂസ് വേറെയാ മോളെ. ഇതുതന്നെയാ ഒരു പുണ്ണാക്കം ചെയ്യാത്ത കൂലി വക്കീൽ റസ്മിനോടും പറയാനുള്ളത്. ഗബ്രി പോയ ദേഷ്യം ജാസ്മിനെ നീ ജിൻഡോയോട് കാണിക്കാൻ നിൽക്കേണ്ട. പുറത്ത് പ്രേക്ഷകർ എല്ലാം കാണുന്നുണ്ട്. ആരുടെയും PR അല്ല. പക്ഷേ ഈ ഷോയോടുള്ള ഇഷ്ടം, ഒപ്പം ഗെയിം അറിയാവുന്നവരെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഞങ്ങൾ പ്രേക്ഷകർ ചെയ്തത്. അതുകൊണ്ട് നാക്കിട്ടലക്കലും ചീത്തവിളിയും അഹങ്കാരവും കുത്തിത്തിരിപ്പും പാരവയ്ക്കലും ഒക്കെ ജാസ്മിനും റസ്മിനും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളുടെ റഡാറിനുള്ളിൽ പതിഞ്ഞാൽ പുറത്തേക്കുള്ള വഴി തുറക്കും. അതുകൊണ്ട് ജിൻഡോയെ ഒന്ന് വിട്ടുപിടിച്ചോ മക്കളെ, അത് മുതൽ വേറെയാ.